സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പരിപ്പൊടിയോ അരിയോ ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഇനി സ്നാക്സ് ആയിട്ടാണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാറിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം, നമ്മൾ കറിയിൽ അരക്കുന്ന ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ല തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരച്ച് കളയരുത്, വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ നല്ല തരിതരിപ്പായിട്ട് അരച്ച് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിനകത്ത് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് അലിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി വെള്ളം തിളക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ, നമ്മൾ വെള്ളം അളന്നെടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് അളവിൽ വറുക്കാത്ത റവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വറുത്ത റവയാലും കുഴപ്പമൊന്നുമില്ല, വറുക്കാത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ തന്നെ ഈ ഒരു ചൂട് പാനിൽ നിന്ന് മാറ്റി മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൽ കിടന്നിട്ട് വീണ്ടും ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ഇത് ഞാനൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ചൂട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഞാനിതിലേക്ക് അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടില്ല, ഒരു 2-3 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് അത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത് ടേബിൾ സ്പൂണിനേക്കാളും കുറച്ചുകൂടെ വലിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ അതിൽ 2 സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അതുകൊണ്ട് മൈദപ്പൊടി കൂടെ ചേർത്തിട്ട്, ഇനി മൈദപ്പൊടി കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ മൈദപ്പൊടിക്ക് പകരം 2 സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ തേങ്ങയും ആ ഒരു മൈദയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഉടനെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചപ്പാത്തി പലകയിലോട്ട് ഈ ഒരു മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് തിന്നാവാനും പാടില്ല. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പരത്തുന്ന സമയത്ത് സൈഡൊക്കെ ഇതേപോലെ ഒരു ഷേപ്പിലൊക്കെ കിടക്കും, അതൊന്നും കുഴപ്പമില്ല. അങ്ങ് പരത്തിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഞാനിവിടെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഗ്ലാസ്സോ അടപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല ഇതേപോലത്തെ പീസുകളൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടെ ഇതേപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട്, ആദ്യമേ ഇതെല്ലാം റെഡിയാക്കി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പം ഞാനിത് മുഴുവനും കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഈ സ്നാക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വേഗം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ തിളച്ച എണ്ണ നമുക്കിതിൻ്റെ പുറത്തോട്ട് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് കോരി ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. നല്ല പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ നമുക്ക് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ മുഴുവനും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. നമുക്ക് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിലും വെറുതെ ചായയുടെ കൂടെ കഴിക്കാൻ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അരിപ്പൊടിയൊന്നും ഇല്ലാതെ തന്നെയാണെങ്കിലും ഈ റവ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അരിപ്പൊടിയേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റവ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് പൊങ്ങി കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.